Watch full episodes on Jio Hotstar. ഒരു ചെറിയ പ്ലെയിൻ നമ്മുടെ പുറകെ വരുന്നുണ്ട്. ഡ്രൈവർ, വേഗം വണ്ടി വിടാൻ നോക്ക്. ഞാൻ ഡ്രൈവറല്ല, പൈലറ്റാ. നീ ആരായാലും എനിക്ക് കുഴപ്പമില്ല. ടോപ്പ് ഗിയറിലോട്ട് പെട്ടെന്ന് പറക്കാൻ നോക്ക്. വേഗം ആവട്ടെ. ഒന്ന് പൈലറ്റ് എന്ന് പറഞ്ഞാ എന്താ? എന്നാ ശരി, ഡ്രൈവർ അല്ല, പൈലറ്റ്. നീ അവിടെ ഷൂട്ട് ചെയ്യാം. ചെറുക്കനെ അങ്ങോട്ട് പോയി മറന്നുപോയെന്ന് തോന്നുന്നു. ഈ ചെറുക്കൻ ഇപ്പടെ വരെ എത്തിയ കുട്ടി, എന്തായാലും നീ വന്നത് നന്നായി. ഇനി ഞങ്ങൾ നിന്നെ വിടില്ല. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. കലക്കി ശിവ, കലക്കി ശിവ. സോറി അങ്കിൾ, സോറി. ചെക്കൻ എന്റെ എല്ലാ പ്ലാനും ഇല്ലാതാക്കി കളയുമല്ലോ. ഇവനിട്ട് കൊടുത്താലേ ശരിയാവും. ഇവനെ ഇപ്പൊ ശരിയാക്കും ഞാൻ. എന്റെ സാറേ, ഒന്നും മിണ്ടാതിരിക്കേ. ദേഷ്യം കള. സാറിന്റെ പേരെങ്ങാനും പോലീസിലെത്തിയ പിന്നെ ആകെ കുഴപ്പാവും. സാറൊന്ന് അടങ്ങിയിരിക്കേ. ഡോണ്ട് വറി ശിവ, ഞാൻ ഇപ്പൊ തന്നെ അവന്മാരെ എല്ലാരെയും അറസ്റ്റ് ചെയ്തോളാം. എല്ലാരും ഞാൻ കണ്ടോളാം. ഒറ്റൊരുത്തരെ ഞാൻ വെറുതെ വിടില്ല. യു ഓൾ അണ്ടർ അറസ്റ്റ്. ഈ കൊച്ചി നന്നായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അതെ അതെ, ഞങ്ങളുടെ വേദാ സിറ്റിയിലെ എല്ലാവരും ഹീറോ അല്ലവൻ, ഹീറോ. ആരപ്പ എന്നോട് സംസാരിച്ചത്? ഞാനിപ്പോ ആരോടാ മറുപടി പറഞ്ഞത്? ആരപ്പ എന്നോട് സംസാരിച്ചത്? അതെ, ഞാനല്ല, അവരാ സംസാരിച്ച. ആ ശരി, പോട്ടെ, അതൊന്നും കുഴപ്പമില്ലാന്നേ. താങ്ക് യു, താങ്ക് യു. ഈ രണ്ട് കല്ലുകളും തമ്മിൽ എങ്ങനെയാ സംസാരിക്കുന്നത്? ഓ, ഇയാൾക്ക് മനസ്സിലായി കേട്ടാ. ശിവ, ഭൂതം മുകളിലുണ്ട്.
അത് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ബാബാ നമുക്ക് മരത്തിന്റെ മുകളിൽ കയറിയിരിക്കാം. എടോ, അതിന് ഇവിറ്റങ്ങളും മരത്തിന്റെ മീതെ കേറിയിരിക്കും. വേഗം രക്ഷപ്പെടാൻ നോക്കണോ പേടാരാം? സാറ് രക്ഷപ്പെടാൻ നോക്കിക്കോ. എടോ, ഇവിറ്റങ്ങൾ എത്ര ഈ നമ്മുടെ പുറകെ മാത്രം ഇങ്ങനെ വരുന്നത്? ഇതെന്തിനാ നമ്മളിവിടെ തലകുത്തി നിൽക്കുന്നത്? ശിവ, ഇതെന്തൊക്കെയാ സംഭവിക്കുന്നത്? അല്ല, ഇത് എന്താ സാധനങ്ങള്? ഇതെങ്ങനെയുണ്ട്? നിങ്ങൾ പേടിക്കണപ്പോ നല്ല രസമുണ്ട് കേട്ടാ. അല്ലാണ്ട് എന്താ പറയാ, ഞങ്ങളെ കണ്ട് പേടിക്കുന്നത് കാണുമ്പോ മനസ്സിലൊരു ഉല്ലാസാണേ. നിങ്ങൾ ആരെന്ന് പറയൂ. അതൊക്കെ അവിടെ നിക്കട്ടേന്ന്. ഇത് പറ, നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ സ്ഥലത്ത് കഴിയുന്നില്ല? അത് പറ. തെറ്റ് ചെയ്തു. ഞാനാണ് സൈന്യാധിപൻ കാട്ടേക്കർ. എന്താ പേര്? സൈന്യാധിപൻ കാട്ടേക്കർ. ഇത് നിങ്ങൾക്ക് പറ്റിയ സ്ഥലമല്ല, ഇവിടെ വരാൻ പാടില്ല. ഞാനതിന് ഒരിക്കലും സമ്മതിക്കില്ല. സൈന്യാധിപ, അടുത്തായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്ന് പറഞ്ഞാലും. എന്താ ചെയ്യണമെന്ന് അറിയില്ലേ? നമ്മളെ ശല്യം ചെയ്യുന്ന എല്ലാത്തിനെയും ഇല്ലാതാക്ക. ഞങ്ങളുടെ സ്ഥലത്ത് വന്നാൽ തരിപ്പണമായി പോ. പുതു ട്രൈബ്സ് ഇവിടെയെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ പൗർണമി രാത്രിയിൽ അവരുടെ കുടുംബാംഗങ്ങളും എല്ലാവരുമൊത്ത് ഈ നിലാവെളിച്ചത്തിൽ കൂട്ടമായി ഡാൻസ് ചെയ്തേനെ. സാറിന് എന്തോ കുഴപ്പമുണ്ടെന്നാ തോന്നുന്നത്. എല്ലാവരും ഫ്രഷായ പൂക്കളെ ആയിരിക്കും വീട്ടിൽ വെക്കണത്. ഈ സാറാണെങ്കിൽ ഉണങ്ങിക്കരിഞ്ഞ പൂക്കളെയും, എന്നിട്ട് പറയുന്നു ഇതൊക്കെ വീണ്ടും വിരിയുമെന്ന്. ഉണങ്ങിയ പൂക്കൾ എന്തെങ്കിലും വിരിഞ്ഞിട്ടുണ്ടോ? ഹുദൂദു ട്രൈബിനെ കിട്ടുകയില്ല, പൂക്കള് വിരിയയില്ല. ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ എവിടെ ചെന്ന് പറയാനാ? എവിടുന്നാണ് പെട്ടെന്നൊരു വെട്ടം? എവിടെയൊന്നും കാണുന്നില്ലല്ലോ. ഈ വെട്ടം പെട്ടെന്ന് വീണ്ടും വന്നല്ലോ. ഇനി ഇവിടെ വല്ല ഭൂതങ്ങളുണ്ടോ? എനിക്കാണെങ്കിൽ പേടിയായിട്ട് വയ്യല്ലോ. എന്തൊരതിശയം, പൂക്കള് വിരിയുന്നു, പൂക്കള് വിരിയുന്നു. എന്റെ സാറേ, അതിശയം തന്നെ. സാറിത് കണ്ടാ ശരിക്കും ഒന്ന് ഞെട്ടും. അതെ, എവിടെ പോണു? എവിടെ പോണു? അവിടത്തേക്ക് പോവല്ലേ? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വരാൻ. സാറേ, ഒന്ന് വേഗം വാ. അതെ, പൂക്കള് വിരിഞ്ഞിരിക്കുന്നു. സാറേ, വേഗം വാ, ഓടി വാ. അയ്യോ, പൂക്കള് പോവല്ലേ, പൂക്കളെ പോവല്ലേ. അതെ സാറേ, പൂക്കള് പോകുന്നു. ഈ രാമു എന്തിനാണാവോ വെറുതെ ഒച്ച വെക്കുന്നത്? എന്താ പറയുന്നേ? പൂക്കൾ വിരിഞ്ഞെന്നോ? ഓ നോ. അതെന്നെ ഞാൻ പോകാൻ വിടില്ല, ഞാനിപ്പോ പിടിക്കും. സാറേ, വേഗം വരൂ. എന്താ പറ്റിയത്? സാറേ, അത് പിന്നെ പൂക്കളൊക്കെ വിരിഞ്ഞിരിക്കണോ? നട്ട ജനല് വഴിയൊക്കെ പറന്നു പോയി. യെസ് യെസ് യെസ്, നമ്മൾ അടുത്താൻ തോന്നുന്നു. അവരിവിടെ എങ്ങനെ കാണും? പാൽത്തുറാം, നാളെ വെളുപ്പിന് ഹുദൂദ് ട്രൈബിനെ അന്വേഷിച്ച് ഇവിടുന്ന് പോയേ പറ്റൂ. അതുകൊണ്ട് നീ ചെന്ന് വിവരം അറിയിക്കൽ അവരുടെ റെഡിയാവാൻ. ജീവ, ഒരു കാര്യം അറിയോ? ഇങ്ങനത്തെ കാടുകളിൽ ഏലിയൻസ് ഉണ്ടാകും അത്രേ. മനുഷ്യരെങ്ങാനും വന്നു കഴിഞ്ഞാൽ അവര് കടത്തിക്കൊണ്ട് പോകും അത്രേ. ഒന്നും മിണ്ടാതിരിക്കൂടി. എവിടെ പോയാലും ഏലിയൻസിന്റെ കാര്യം മാത്രമേ ഉള്ളൂ പറയാൻ. ഒന്നും മിണ്ടാതെ വന്നേ. ഏലിയൻസോ? എനിക്ക് ഏലിയൻസിനൊന്നും പേടിയില്ല. ഇവിടെ ഉണ്ടെങ്കിൽ വരാൻ പറയാ. ഹലോ ഏലിയൻസ്.
ഓ ഞാനാകെ ക്ഷീണിച്ചു പോയി. ശിവ, ഇവിടെ നമ്മളെ പേടിപ്പിക്കുന്ന സൈസ് ശബ്ദമൊന്നും വരില്ലല്ലേ? നമുക്കൊന്ന് ക്യാമ്പിൽ പോയാലോ? അതാ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. രാത്രി ഭൂതത്തിന്റെ കഥ കേട്ടിരുന്നല്ലോ, അതിന്റെ ശബ്ദമായിരിക്കും. ഇവിടെ ഉണ്ടായിരുന്ന കല്ലെവിടെ? ഇപ്പൊ അത് കാണുന്നില്ലല്ലോ. ഇവിടെ എന്തോ ഉണ്ടെന്നേ. ഞാനൊരു കല്ലിന് പുറത്തിരുന്നത് പെട്ടെന്ന് ആ കല്ല് കാണാതെയായി. എങ്ങനെ പെട്ടെന്ന് കാണാതാവുക? വരൂ നമുക്ക് നടക്കാം. ശിവ, ശിവ, ഇതേ ശബ്ദം തന്നെയാണ്. ഇന്നലെ രാത്രി പറഞ്ഞ ഭൂതത്തിന്റെ ശബ്ദം തന്നെ. ലഡു സിംഗ് സാറേ, നിങ്ങൾ എന്തിനെങ്ങനെ പേടിക്കുന്നത്? ഇപ്പൊ ശബ്ദം മാത്രമല്ലേ വരുന്നുള്ളൂ. എന്തെങ്കിലും കണ്ടാ മാത്രം പറഞ്ഞാൽ മതി. ലഡു സിംഗ് സാറേ, ഹലോ, എവിടെ പോയി? ലഡു സിംഗ് സാറേ, കൊള്ള ഇവിടെ കിടക്കാണോ? എനിക്ക് ഇങ്ങനെ പേടിക്കല്ലേ? ശിവ, ശിവ, ആരവിടെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത്? ആരാണ് ചെയ്യുന്നത്? ആയിരിക്കും. എനിക്ക് തോന്നുന്നുണ്ട് അത് ഇവിടെ തന്നെ ഉണ്ട്. ഓ, എന്റെ യൂടി, ഇവിടെ ഏലിയൻസ് ഒന്നും ഇല്ല. നമ്മൾ ആകെ ശബ്ദം മാത്രമല്ലേ കേൾക്കുന്നുള്ളൂ. ആ ഒച്ച നമ്മളെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. ആരായാലും വരട്ടെ. അവരെ പേടിപ്പിക്കാനായിട്ട് വേറെ വല്ല വഴിയുണ്ടോ? അവരെ പേടിപ്പിക്കാനായിട്ട് വേറെ വല്ല വഴിയുണ്ടോ? എന്നാ ഇനി പേടിപ്പിക്കണ്ട, വേറെ വല്ല വഴി നോക്കി ഓടിപ്പിക്കേ. പോത്തേ, നീ അവരെ ഓടിപ്പിക്കൂ. പോത്തേ, നീ അവരെ ഓടിപ്പിക്കൂ. രക്ഷപ്പെട്ടു. ദാ ഒരു പോത്ത് വരുന്നുണ്ട്. ദാ നോക്ക്, ലഡു സിംഗ് സാർ അവിടെയുണ്ട്. ലഡു സിംഗ് സാറേ, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? അവരുടെ രക്ഷകന്റെ പ്രസാദം എടുത്ത് കഴിക്കല്ലേ? ശിവ, ഈ പഴങ്ങൾക്കൊക്കെ ഭയങ്കര പ്രത്യേകതയാണ്. ഞാനിത് കഴിച്ചപ്പോ എന്റെ ശരീരത്തിൽ എന്നൊരു ശബ്ദം വരുന്നുണ്ട്. കേട്ടോ? നിങ്ങള് കേട്ടല്ലോ? ഇത് കഴിച്ചു കഴിഞ്ഞാൽ ശബ്ദത്തിന് എത്ര ശക്തി ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് എത്ര വലിയ ശക്തി കിട്ടും. ആലോചിക്കേ, ആലോചിക്കേ. അവര് വരട്ടെ, അവര് വന്നോട്ടെന്നേ. പേടിക്കരുത്, ഇങ്ങനെ പേടിക്കരുതെന്നേ. നിങ്ങളെല്ലാവരും ഇപ്പൊ എന്റെ ശബ്ദം മാത്രമല്ലേ കേട്ടുള്ളൂ. അപാര ശക്തി കിട്ടിക്കഴിഞ്ഞാ അതിനെങ്ങനെ വട്ടനെ പിടിച്ച് ഞാൻ തലകീഴ ഒറ്റ അടി കൊടുക്കും. ഞാൻ ഇങ്ങനെ പൊക്കി എടുത്തെടുത്ത് പിന്നെ അതിനെ ഞാൻ അടിക്കും. ഇത് എന്താ എന്റെ കയ്യിൽ നനഞ്ഞ് ഒരുമാതിരി വഴുവഴുപ്പ് പോലെ ഉണ്ടല്ലോ. ഓടിക്കോ, ഓടിക്കോ. ഞാനിതിന്റെ ശ്രദ്ധ തിരിപ്പിക്കാം. നിങ്ങൾ ലഡു സിംഗ് സാറിനെ നോക്കിക്കോളൂ. ഏയ്, ഇവിടെ ഇവിടെ ഇങ്ങോട്ട് നോക്ക്.
ആരും പുറത്തിറങ്ങാനേ പാടില്ല. രക്ഷകൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷ ഉണ്ടായില്ല. ഓടിക്ക്, പോയി കിടന്ന് തുറക്ക്, വേഗം ചെല്ല്. പനി വളരെ കൂടുതലാണല്ലോ. ലഡു സിംഗ് സാറേ, കണ്ണു തുറന്നു നോക്കൂ. ലഡു സിംഗ് സാറേ. സാർ, ആക്രമിക്കാൻ എല്ലാം തയ്യാറായി. സാർ ഓർഡർ തന്നാൽ മാത്രം മതി. ഒന്ന് വേഗാവട്ടെ. ഇന്ന് തന്നെ നമുക്ക് ആ ഹുഡുഡു ട്രൈബ്സിനെ കീഴടക്കിയേ പറ്റൂ. ഇനി എന്റെ കയ്യിൽ നിന്ന് നിനക്ക് രക്ഷയില്ല. ഇതെന്താ സംഭവിക്കുന്നത് മഹാരാജാവേ? ഇവിടം നാശം സംഭവിക്കാൻ പോകുന്നു. അങ്ങ് മുകളിൽ സ്വർണം തിളച്ചു മറിയുന്നത് കാണുന്നുണ്ടോ? അതിന്റെ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ നദി കരകവിഞ്ഞൊഴുകാൻ തുടങ്ങിയാൽ അതിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന സ്വർണ തരികൾ ഈ ഗ്രാമത്തെയും വൃക്ഷങ്ങളെയും ചാമ്പലാക്കി കളയും. പിന്നെ ഞങ്ങളുടെ കുലം തന്നെ ഇല്ലാതായി പോവും. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഇവിടം വിട്ട് ഓടാൻ പോവുകയാണ്. മഹാരാജാവേ, ഇത് തടയാൻ എന്തെങ്കിലും ഉപായമുണ്ടോ? അവിടെ തിളച്ചു മറിയുന്ന കഠിനമായ കുളമാണ്. അത് പൊട്ടി പുറപ്പെട്ടാൽ തടയാൻ ആർക്കും കഴിയില്ല. അതിനെ തണുപ്പിക്കുവാനുള്ള മാർഗവും ഞങ്ങൾക്കാർക്കും തന്നെ അറിയില്ല. അവിടെ ആ മലകളുടെ മുകളിൽ എന്താണ്? അവിടെ തണുത്തുറഞ്ഞ വെള്ളത്തിന്റെ ഒരു ആഴക്കെട്ടാണുള്ളത്. ഒരു മിനിറ്റ് മഹാരാജാവേ, നമുക്ക് അവിടെ ചെന്ന് ഒന്ന് നോക്കിയാലോ? ചിലപ്പോ എന്തെങ്കിലും മാർഗം കിട്ടാതിരിക്കില്ല. പോകല്ലേ ശിവ, അവിടം ഭയങ്കര അപകടം പിടിച്ച സ്ഥലമാണ്. എല്ലാവരും വരുവിൻ, നമുക്ക് ശിവയെ സഹായിക്കാനായിട്ട് പോകാം. ഓടിക്കോ, ശത്രുക്കൾ വരുന്നു. ഇങ്ങനെ ഓടരുത്. എങ്ങനെ നേരിടണമെന്ന് ശിവ പഠിപ്പിച്ചതല്ലേ? ഫൈറ്റ് ചെയ്യൂ. സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തേ പറ്റൂ. കം ഓൺ, ഫൈറ്റ്. അവള് പറഞ്ഞത് വളരെ ശരിയാണ്. കൂട്ടരെ, ആക്രമിക്കാൻ തയ്യാറാകൂ. ആ സ്ഫോടന കല്ലുകൾ ഉപയോഗിക്കാൻ നോക്കൂ. തയ്യാറാണോ? ഉടൻ തന്നെ ആക്രമിക്കൂ. ആക്രമിക്കൂ, ആക്രമിക്കൂ, നിർത്താൻ പാടില്ല.
ഓഹോ എന്തായി അവന്റെ അവസ്ഥ ഇപ്പൊ എങ്ങനെയാണ്? അവൻ കാരണം ഞങ്ങളാണ് ഇപ്പൊ അവസ്ഥപ്പെടാൻ പോകുന്നത്. ആവുന്നതും പരിശ്രമിക്കുന്നുണ്ട് ബോസേ. ഞാൻ അവൻ അങ്ങോട്ട് വരാൻ സമ്മതിക്കില്ല. വിഷമിക്കണ്ട, ഞാൻ വേറെയും കുറെ ഗുണ്ടകളെ വിളിച്ചിട്ടുണ്ട്. രവ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ. നീ ഫൈറ്റ് ചെയ്യ, അപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് എത്താം. അവനെ ഒന്നും ചെയ്യല്ലേ. Watch India's largest kids library only on Jio Hotstar. Download the app now.